കേരളത്തിന്റെയും ഓൾ ഇന്ത്യയുടെയൊക്കെ മെഡിക്കൽ അലോട്ട്മെന്റ് അതിന്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ എന്തുവരെയായി അത് ഇനി എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ വരുന്നുണ്ടാവുക. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആഷിഖ്. നമ്മൾ നിരന്തരമായിട്ട് റെഗുലർലി തന്നെ അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ ഒരു 10 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ലാസ്റ്റത്തെ വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോളജൈസ് ഫോർ ദാറ്റ്. ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇവൻറ്റുകൾ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ടാണ് ഉണ്ടാവുക. സോ ഇനി മുതൽ മുന്നോട്ടേക്ക് നമുക്ക് റെഗുലറായിട്ട് തന്നെ അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ അപ്ഡേറ്റുകളുടെയും സമ്മറി എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ഒരു 15 ദിവസം കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്, ആൻഡ് ഇനി എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. സോ ഒരു അലോട്ട്മെന്റ് ഉദ്ദേശിക്കുന്ന ഒരാളാണ് നീറ്റ് 2025 റാങ്ക് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കണ്ടന്റുകളെ പറ്റിയിട്ട് ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഏറ്റവും ആദ്യം നമ്മളുടെ കേരള അലോട്ട്മെന്റിന്റെ അപ്ഡേറ്റുകളാണ്. കേരള മെഡിക്കൽ അലോട്ട്മെന്റുകൾ എവിടെ വരെ എത്തി, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഓൾ ഇന്ത്യ അപ്ഡേറ്റുകൾ എന്തെല്ലാമാണെന്ന് നോക്കണം. BDSന്റെ ഫീ ഫൈനലൈസേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പുതിയ മെഡിക്കൽ കോളേജ് സന്തോഷം നൽകുന്ന വാർത്തയാണ്. വയനാട്ടിൽ പുതിയ മെഡിക്കൽ കോളേജിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ അഭ്യൂഹങ്ങളും ഒക്കെ പരക്കുന്നുണ്ട്. സോ നമുക്ക് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫൈനലി ആയുർവേദ, ഹോമിയോ അടക്കമുള്ള മെഡിക്കൽ അലൈഡ് അലോട്ട്മെന്റുകളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പറ്റും. സോ ഏറ്റവും ആദ്യം ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. വാട്ട് ഈസ് അബൌട്ട് കേരള മെഡിക്കൽ അലോട്ട്മെന്റിന്റെ അപ്ഡേറ്റുകൾ എന്നുള്ളതാണ്. കേരള മെഡിക്കൽ അലോട്ട്മെന്റിന്റെ ഒന്നാം റൗണ്ട് അലോട്ട്മെന്റ് വന്നു. 24-ാം തീയതി ആയിരുന്നു, ഓഗസ്റ്റ് മാസം 24-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് അഡ്മിഷൻ എടുക്കേണ്ട തീയതി. ആൻഡ് നിങ്ങളിൽ എല്ലാവരും തന്നെ കൃത്യമായ സമയത്ത് തന്നെ പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നുണ്ടാവുക. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് കേരളത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് നിലവിൽ ഓൾ ഇന്ത്യയുടെ ഒരു ടെൻഡേറ്റീവ് ഷെഡ്യൂൾ അത് അവരുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ 1-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പറയുന്നത് 10-ാം തീയതി, സെപ്റ്റംബർ മാസം 10-ാം തീയതി, അതായത് ഈ ഓണ അവധി എല്ലാം കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ മാസം 10-ാം തീയതി മുതൽ നമ്മുടെ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് കേരളത്തിൽ വരും എന്നുള്ളതാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ കേരളത്തിൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് ഇതുവരെ സീറ്റ് കിട്ടാത്ത ആളുകൾ, മേ ബി ഇപ്പോൾ നമുക്കറിയാം ഒരു 600-650 വരെയൊക്കെയാണ് ജനറലിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് അലോട്ടഡ് ആയിട്ടുണ്ടായിരുന്നത്. ഓരോ കാറ്റഗറികൾക്കും 900 വരെ 1000 വരെയൊക്കെ അലോട്ടഡ് ആയിട്ടുള്ള കാറ്റഗറികളും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കുള്ള അലോട്ട്മെന്റ് കിട്ടുന്നുണ്ടാവും സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും. സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏകദേശം എന്താ പറയുക, നമ്മളുടെ ഒരു ഫൈനൽ തേർഡ് അലോട്ട്മെന്റിന്റെ ഏകദേശം കട്ട് ഓഫിന്റെ അടുത്തേക്കുള്ള ആളുകൾക്കൊക്കെ അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതത് കാറ്റഗറികളിൽ ഓരോ കാറ്റഗറികളുടെയും വിശദാംശങ്ങളൊക്കെ നമ്മൾ മുന്നേയുള്ള വീഡിയോകളിൽ, മുന്നേയുള്ള ലൈവ് സെഷനിലൊക്കെ നോക്കിയിട്ടുണ്ട്. നിങ്ങളത് ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം മൂന്നാം ഘട്ട അലോട്ട്മെന്റിൽ ഏതാണ് ലാസ്റ്റ് റാങ്ക് പോയതെന്നുള്ള കാര്യം ഏകദേശം അതിനടുത്തേക്കൊക്കെ, അതിന്റെ കൃത്യം അടുത്തേക്ക് എത്തില്ല, പക്ഷെ എന്നാലും ഏകദേശം അതിന്റെ അടുത്തേക്ക് ഒരു 90% അടുത്തേക്കൊക്കെ റാങ്ക് എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് നമുക്ക് ആദ്യ റൗണ്ടിൽ കിട്ടിയ കോളേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് റൗണ്ടിൽ അപ്ഗ്രഡേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസും കൂടുതലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ വെബ്സൈറ്റിൽ കയറണം. ഈ കേരളയുടെ അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ വരുമ്പോൾ, ഇപ്പോഴല്ല, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 3-ാം തീയതിയാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേരളയുടെ അലോട്ട്മെന്റ് തുടങ്ങുക എന്നുള്ളതാണ് ഓൾ ഇന്ത്യയിൽ നിന്നുള്ള MCC എന്നുള്ള ന്യൂസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. സോ MCC ന്യൂസ് പ്രകാരം നമുക്ക് കേരള അലോട്ട്മെന്റിന്റെ അപ്ഡേഷൻ വരുന്ന ഡേറ്റ് ഏകദേശം സെപ്റ്റംബർ 10-ാം തീയതി, സെപ്റ്റംബർ 10 ഓൺവേർഡ്സ് ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോഴേക്ക് നമുക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമുക്ക് അപ്ഗ്രഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ചോയ്സ് റീഅറേഞ്ച് ചെയ്യണം. ചോയ്സ് പുതുതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഫൈനലി ഒരു കൺഫർമേഷൻ നിങ്ങളവിടെ കൊടുക്കേണ്ടതുണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഇത്തവണ അഡ്മിഷൻ കിട്ടിയ ആൾക്കാർ അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾ അങ്ങനെ ഒരു കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഏത് കോളേജിലാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ കോളേജ് നമ്മളുടെ ഫൈനൽ കോളേജ് ആയിട്ട് പരിഗണിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് പിന്നെ മാറാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. മാറണം എന്ന ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ, അത് 10-ാം തീയതിക്ക് ശേഷമാണ് വരിക, അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യാം. അതുവരേക്കും അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലൈവായിട്ട് വന്ന് നിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ കോട്ടയുടെ റൗണ്ട് 2 ആണ് ഇനിയിപ്പോൾ വരാൻ വേണ്ടി നിൽക്കുന്നത്. ഇന്ന് നമ്മളുടെ സെപ്റ്റംബർ 3 ആണ്. സെപ്റ്റംബർ 3 അവർ ആക്ച്വലി 3-ാം തീയതി തന്നെ, സെപ്റ്റംബർ 3 ഇന്നത്തെ ദിവസം തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ദേ വിൽ പബ്ലിഷ് നമ്മുടെ സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോ കോളേജുകളിലും ഏതൊക്കെ സീറ്റുകളാണ് ബാക്കിയുള്ളത് എന്നുള്ള കാര്യങ്ങൾ,
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആൻഡ് നാളെ സെപ്റ്റംബർ 4 ഓൺവേർഡ്സ് നമ്മൾക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാൻ വേണ്ടി പറ്റും ഇത് ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം. ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്തവർക്കും കൊടുക്കാത്തവർക്കും ഒക്കെ പറ്റും. ന്യൂ രജിസ്ട്രേഷൻസ് പോസിബിൾ ആണ്. ന്യൂ രജിസ്ട്രേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഓൾ ഇന്ത്യ ഫസ്റ്റ് റൗണ്ടിൽ അപ്ലൈ ചെയ്തിട്ടില്ല, സെക്കൻഡ് റൗണ്ടിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 5th മുതലാണ്. സെപ്റ്റംബർ 5th മുതൽ നമുക്ക് ചോയ്സ് ഫില്ലിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അവർ പറയുന്നത് 9-ാം തീയതി വരെ ചോയ്സ് ഫില്ലിംഗ് നടക്കുന്നത് 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. 12th റിസൾട്ട് വരും എന്നുള്ളതാണ്. അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരും എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. പിന്നെ ഒരാഴ്ചയും കൂടി ഏകദേശം 19-ാം തീയതി വരെ ഇതിന്റെ ജോയിനിങ് ഡേറ്റും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ടാവും. സോ ഇതാണ് നമ്മളുടെ ഓൾ ഇന്ത്യ റൗണ്ട് 2ന്റെ പ്രത്യേകത. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 2ൽ ന്യൂ രജിസ്ട്രേഷൻസ് പറ്റും. ആൻഡ് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്ന് നിൽക്കുന്നതിനേക്കാൾ ഏകദേശം ഒരു 19,000 റാങ്ക് വരെയൊക്കെ 19K 20K റാങ്ക് വരെയുള്ള കുട്ടികൾക്കൊക്കെ സെക്കൻഡ് റൗണ്ട് 2ൽ അലോട്ട്മെന്റ് കിട്ടും എന്നുള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഓൾവേസ് ഡബിൾ എൻട്രി വരുന്നുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോപ്പയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി 6-ാം റാങ്ക് കിട്ടിയ കുട്ടിയായിരുന്നു. കേരള 6-ാം റാങ്ക് കിട്ടിയ കുട്ടി. ആ കുട്ടിക്ക് ഓൾ ഇന്ത്യയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ട്, കേരളയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അലോട്ട് ആയിട്ടുണ്ട്. ആ കുട്ടി ഓൾ ഇന്ത്യ വഴിയിട്ടാണ് അത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ എല്ലാ കുട്ടികൾക്കും രണ്ട് അലോട്ട്മെന്റ് വീതം, ഒരാൾക്ക് ഓൾ ഇന്ത്യയിലും അതേ ആൾക്ക് തന്നെ സ്റ്റേറ്റ് അലോട്ട്മെന്റ് വഴിയും കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഓൾ ഇന്ത്യയിൽ ഒരു 10,000 12,000 13,000 വരെയുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇനീഷ്യലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും കാര്യമായ മാറ്റം വരും. ഒരു 19,000 20,000 ചിലപ്പോൾ ഒരു 21,000 വരെയുള്ള കുട്ടികൾക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഫ്രഷ് ആയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചോയ്സ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ചോയ്സ് ഫില്ല് ചെയ്താൽ പോരാ, എല്ലാവരും ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യണം, ചോയ്സ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്ത ചോയ്സ് ഫില്ലിംഗ് അത് വോയിഡ് ആയി പോയിട്ടുണ്ടാവും, അത് നള്ളിഫൈഡ് ആവും. അതായത് നമുക്ക് അവിടെ ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻസ് ഒന്നും ഇല്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞവര്. അപ്പോൾ നമ്മൾ ഇനി ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, തുടക്കം മുതലേ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്, നമ്മുടെ താല്പര്യം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഓപ്ഷൻ കൊടുക്കേണ്ടത്. കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം കൊടുക്കുക. നമ്മളുടെ റാങ്കുകൾ അനുസരിച്ചിട്ട് തന്നെ നോക്കുക. നിങ്ങൾക്ക് പണ്ട് മുതലേ തരുന്ന ഒരു ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് പറയാം. ഒരു 18,000 വരെയൊക്കെ റാങ്കുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും വൺ സ്റ്റേറ്റ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. 18,000-നുള്ളിലൊക്കെ തമിഴ്നാട് മാത്രമോ കർണാടക മാത്രമോ തെലങ്കാന മാത്രമോ ഒക്കെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു 20,000 അല്ലെങ്കിൽ ഒരു 21,000 വരെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു 2 സ്റ്റേറ്റ് എങ്കിലും സേഫ് ആവാൻ വേണ്ടി കൊടുക്കുക. ഇനി അതിന് മുകളിലേക്കുള്ള കുട്ടികൾ, ഒരു 21-നൊക്കെ മുകളിലേക്ക് റാങ്കുള്ള കുട്ടികളാണെങ്കിൽ യു പ്രൊവൈഡ് ഓൾ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റുകളും കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എല്ലാ സ്റ്റേറ്റുകളും തോന്നിയ ഓർഡറിലല്ല കൊടുക്കുക, നമുക്ക് ഇഷ്ടത്തിൻ്റെ ഓർഡറിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സ്റ്റേറ്റും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയുക. ഒരു അപ് ടു ഒരു 25K വരെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ സൗത്ത് ഇന്ത്യയിൽ തന്നെ കിട്ടാൻ സാധ്യതകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നോർത്ത് ഇന്ത്യ അടക്കമുള്ള കാര്യങ്ങൾ പ്രിഫർ ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യമാണ്. സോ ഓപ്ഷൻ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓപ്ഷൻസ് എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. കേരള അലോട്ട്മെന്റിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുത്ത ഓപ്ഷനുകളിൽ കിട്ടിയ ഓപ്ഷന്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതവിടെ വലിയ ബാധ്യതയോ വലിയ പണിയോ ഒന്നും വരുന്നില്ല. പക്ഷേ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നമ്മൾ വീണ്ടും നമുക്ക് വേണ്ട കോളേജുകൾ കൃത്യമായിട്ട് തന്നെ, അതും കോളേജുകളുടെ പേര് കൊടുക്കുന്ന സമയത്ത് അതിന്റെ സ്പെല്ലിംഗ് അടക്കം സ്ഥലവും ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് നോക്കി ഒന്ന് വിശദമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാന്നുള്ളത്. നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് അലോട്ട്മെന്റ് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു പണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ആൻഡ് മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ BDSന്റെ സെൽഫ് ഫിനാൻസിങ് ഫീസാണ്. MBBS സെൽഫ് ഫിനാൻസിങ് ഫീസ് ഇനിയും കൺഫേം ആയിട്ടില്ല. പക്ഷേ BDSന്റെ സെൽഫ് ഫിനാൻസിങ് ഫീസ് 3,47,000 ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് മിക്കവാറും എല്ലാ കോളേജുകളിലും. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഏകദേശം 40,000 50,000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മളെ CEയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് MBBSന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അത് വന്നു കഴിയുമ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിന്റെ ഈ വർഷത്തെ ഫൈനൽ ഫീസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷത്തിനേക്കാൾ 5% വർധനവ് എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ധാരണ. പക്ഷേ കൃത്യം എമൗണ്ട് MBBSന്റെ ഫൈനലൈസേഷൻ ഫീസ് വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ ജോയിൻ ചെയ്തപ്പം അടച്ച ഒരു ഫീസ്, അതിന്റെ എക്സ്ട്രാ വരുന്ന എമൗണ്ട് എത്രയാണോ അത് ആ സമയത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. സന്തോഷമുള്ള വാർത്ത, വയനാട് മെഡിക്കൽ കോളേജിനുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്.
നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഇടുക്കി കോന്നിയൊക്കെ വെച്ചിട്ട് 2700 റാങ്കുള്ള കുട്ടികൾക്കൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് ലാസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വയനാട് കൂടി വരുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് 100 സീറ്റുകളായിരിക്കും വയനാട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫൈനലി നമുക്ക് നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റിലാണോ അതോ തേർഡ് അലോട്ട്മെന്റിലാണോ വയനാട് മെഡിക്കൽ കോളേജ് ആഡായി വരിക എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ വരാതെ നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക പറയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. മിക്കവാറും 100 സീറ്റുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസം കിട്ടും. നമുക്ക് മെഡിക്കൽ പഠനം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അതൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരിക്കും. വയനാട് പുതിയ കോളേജാണ്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്ട്രഗിളുകൾ സാധനങ്ങൾ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഓക്കെ, നമുക്കൊരു ഗവൺമെന്റ് കോളേജിൽ ഗവൺമെന്റ് സീറ്റിൽ പഠിക്കാനുള്ള അവസരമായിരിക്കും കിട്ടുക. എനിക്കറിയുന്ന ഒരുപാട് പ്രൊഫസർമാർ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അടക്കമുള്ള പ്രൊഫസർമാരും ബാക്കി ആളുകളെയൊക്കെ നമ്മൾ വയനാട്ടിലേക്ക് ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഓൾറെഡി അത് കഴിഞ്ഞ വർഷം മുതൽ അതിന് മുന്നത്തെ വർഷം മുതൽ തന്നെ നിയമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പല ആളുകളെയും നമുക്ക് നേരിട്ട് പരിചയമുള്ള സംഗതികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുതിയ കോളേജാണ്, അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓർഡർ ആവാനുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ എടുക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. MBBS പഠിക്കാം. നിങ്ങൾക്ക് 5 വർഷത്തെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി മറ്റു കോളേജുകളിൽ PGയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ ഒരു സ്വപ്നം നമുക്ക് വീണ്ടെടുക്കാനുള്ള അവസരമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെന്റ് MBBS ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വയനാട് മെഡിക്കൽ കോളേജിനെ പരിഗണിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വയനാട് മെഡിക്കൽ കോളേജ് ആയിരിക്കുമോ അതോ ഓൾ ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലുള്ള മറ്റൊരു കോളേജ് ആയിരിക്കുമോ നല്ലതെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ ഒരു 2-3 കൊല്ലം മുന്നേ ഒക്കെ തുടങ്ങിയ ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ തമിഴ്നാട്ടിൽ തുടങ്ങുന്ന ഈ വർഷം തുടങ്ങുന്ന ഒരു കോളേജും കേരളത്തിൽ തുടങ്ങുന്ന ഈ വർഷത്തെ കോളേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജിൽ വയനാട് മെഡിക്കൽ കോളേജിനെ നമുക്കൊന്ന് പ്രിഫർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അതർവൈസ് നമുക്ക് ഓൾ ഇന്ത്യയിലും നമുക്ക് പിന്നെ വെർജിലാണ് സീറ്റ് ഉള്ളത്, നമുക്ക് ഓൾ ഇന്ത്യയിൽ അടക്കം കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വയനാടിനെ പ്രിഫർ ചെയ്യാം. ഇനി വയനാട് അല്ലാത്ത മറ്റു കോളേജുകൾ, കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട്. ഇതുപോലൊരു ഫൈനലി അത് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം കിട്ടി, അത് സീറ്റ് മെട്രിക്സിൽ ആഡ് ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് ശേഷം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടാവും. സോ എന്തായാലും കുറച്ച് കുട്ടികൾക്ക് ഒരു 100 കുട്ടികൾ കൂടി ഒരു സന്തോഷം കിട്ടുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരിക്കും അതെന്ന് പറയാം. നമ്മൾ ആ സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ നമ്മളും പങ്കുചേരുകയാണ്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സാധനം മെഡിക്കൽ അല്ലൈഡ് അലോട്ട്മെന്റ് ആണ്. മെഡിക്കൽ അല്ലൈഡ് അലോട്ട്മെന്റ് ഐക്കാറിൻ്റെ അടക്കമുള്ള സാധനങ്ങൾ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഡിലേയ്ഡ്. ഇതാണ് നമുക്കിപ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ MBBS BDS കഴിഞ്ഞാലും മറ്റു കോഴ്സുകൾ നമ്മളുടെ ആയുർവേദ, ഹോമിയോപ്പതി, അഗ്രികൾച്ചർ, വെറ്റിനറി, യൂനാനി ഒക്കെ പോലെയുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളുടെ അലോട്ട്മെന്റ് ഇപ്പോൾ വൈകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ സെപ്റ്റംബർ 10 കേരള സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നതോടൊപ്പം തന്നെ ഒരു സെപ്റ്റംബർ മിഡ് ആകുമ്പോഴത്തേക്കൊക്കെ ഈ മാസം 15-ാം തീയതി ആകുമ്പോഴത്തേക്കും തന്നെ ആയുർവേദത്തിന്റെ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും, അല്ലൈഡ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന കുട്ടികൾ സെപ്പറേറ്റ്ലി വേറെ രജിസ്റ്റർ ചെയ്യണം. MBBS BDSന്റെ അലോട്ട്മെന്റ് അല്ല, അത് വേറൊരു അലോട്ട്മെന്റ് നടപടിക്രമമാണ്. അപ്പോൾ അതിനകത്തേക്ക് വേറെ രജിസ്റ്റർ ചെയ്തിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾക്കിപ്പോൾ ഓൾറെഡി ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കി നമ്മളുടെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ കുറച്ച് വൈകുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ ആവണ്ട. നമ്മുടെ ഒരു വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ലാസ്റ്റ് വെക്കേഷൻ എന്നുള്ള രൂപത്തിൽ എന്താ പറയുക എൻജോയ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ മറ്റ് അല്ലൈഡ് കോഴ്സുകളിലേക്കോ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ വെക്കേഷൻ നമുക്ക് ഇത്രയും ഫ്രീ ആയിരിക്കില്ല. ഇനി അങ്ങോട്ടേക്കുള്ള വെക്കേഷനുകളൊക്കെ നമുക്ക് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റ് 2025 വലിയ കുഴപ്പമില്ലാത്ത മാർക്കും റാങ്കൊക്കെ കരസ്ഥമാക്കി നിങ്ങളൊരു സ്ട്രോങ്ങർ പൊസിഷനിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു സമയമാണ്. ഓണമാണ്, വളരെ അധികം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റിയ സമയമാണ്. സമാധാനത്തിൽ റിലാക്സ്ഡ് ആയിട്ട് ഓണം ആഘോഷിച്ചിരിക്കുക. കോളേജിലെ ക്ലാസ് എന്നാണ് അവർ തുടങ്ങുന്നത് അതനുസരിച്ചിട്ടാണ് അവർ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. സന്തോഷമായിട്ട് ഓണം ആഘോഷിച്ചിരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ആൻഡ് ഡോപ്പയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് അറിയിക്കാനുള്ള സാധനം നമ്മളുടെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ചാണ്. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് ഓണത്തിന് ശേഷം സെപ്റ്റംബർ 8-ാം തീയതി ആരംഭിക്കുകയാണ്. ഫസ്റ്റ് ബാച്ച് നമ്മുടെ കാലിക്കറ്റിൽ മാത്രമാണ്. വേണ്ടിയവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെസ്റ്റുകൾ എഴുതാനും ഡിസ്കഷൻസ് അറ്റൻഡ് ചെയ്ത് പോകാനും പിന്നെ നമ്മുടെ മെന്റർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കിട്ടുന്ന ബാച്ചായിരിക്കും. സോ വെൽക്കമിങ് യു ഓൾ ടു ദ ഡോപ്പ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച്. ആൻഡ് മറ്റ് അപ്ഡേറ്റുകൾ ബാക്കി ഇനി ഞങ്ങൾക്ക് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്ത് തരാമെന്നുള്ള വാഗ്ദാനത്തോട് കൂടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്താണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.